ചെമ്മീൻ 50 വർഷം ഗോൾഡൻ ജൂബിലി ഇയറിൻ്റെ ആഘോഷ രാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രംഗമൊരുക്കുമ്പോൾ ഇവിടെയുള്ള മലയാളികൾ അഭിമാനം കൊള്ളണം. കാരണം ഇത് കേരളത്തിൽ വലിയ തോതിൽ നടക്കേണ്ട ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു വലിയൊരു ആഘോഷമായി മാറേണ്ടതാണ്. പക്ഷേ അതിന് മാതൃകയായത് നിങ്ങളാണ്. ഇതിനാശയം നൽകിയ മുഹമ്മദ് അലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിശിഷ്ട വ്യക്തികളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ സതീഷ് നമ്പ്യാർ, ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ പ്രസിഡന്റ്, ഡയസിലേക്ക് വന്നെത്തണം പ്ലീസ്. മിസ്റ്റർ മുഹമ്മദ് അലി, ഇതിൻ്റെ കൺസെപ്റ്റ് നൽകിയത് അദ്ദേഹമാണ്. ഒരു മാധ്യമ പ്രവർത്തകനാണ്. സാജൻ ഓർക്കസ്ട്രയുടെ ഹെഡാണ്. ഇദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം മസ്കറ്റിലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സമർപ്പിച്ചത്. ഈ കയ്യടി പോരാ, ഒരു ബിഗ് ഹാൻഡ് പ്ലീസ്. താങ്ക് യു. ചരിത്രങ്ങൾ പലപ്പോഴും സിനിമകളാക്കാറുണ്ട്. ഒരു സിനിമ ചരിത്രമാവുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. 2 വർഷം മുമ്പ് ആണ് ഇത്തരമൊരു സങ്കല്പം എൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്. ഒരു സിനിമ കാണുമ്പോഴായിരുന്നു പെട്ടെന്ന് ഇത്തരം ഒരു സംഭവം ഓർത്ത്. ഈ സിനിമ റിലീസ് ചെയ്ത വർഷവും ഇതുവരെ ഏകദേശം അപ്പോൾ 48 കൊല്ലം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 50 വർഷം. ആ 50 വർഷത്തിൻ്റെ ഒരു ആഘോഷം എവിടെയെങ്കിലും നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കറുത്തമ്മയെയും പരിക്കുട്ടിയെയും നേരിലൊന്ന് കാണുക എന്നൊരു മോഹം മാത്രമാണ് അന്നും ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ സാമ്പത്തിക വശമായിരുന്നു. ഒരു ഒറ്റ ഫോൺ കോളിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുഖ്യ പങ്ക് വഹിക്കാം എന്ന് ഉറപ്പ് തന്നത് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഡോക്ടർ KT റബിയുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാട്സപ്പ് മെസ്സേജിലാണ് ഈ പ്രോഗ്രാം, ആ ഒരൊറ്റ വിശ്വാസത്തിൽ നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. നമ്മൾ കേരളത്തിൽ അങ്ങോളം യാത്ര ചെയ്തിട്ട് ചെമ്മീൻ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ, സ്മാരകങ്ങൾ എല്ലാം സന്ദർശിച്ച് അതിൻ്റെ എല്ലാം അത് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഞാനത് മുൻകൂട്ടി അത് പറഞ്ഞതിൻ്റെ ആ സസ്പെൻസ് കളയുന്നില്ല. അവനെ കടലമ്മ കൊണ്ടുവന്ന് പണ്ടോര് മുക്കുവൻ മുട്ടിന് പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി, അരയത്തി പെണ്ണ് പ്രഭസിരുന്ന് അവനെ കടലമ്മ കൊണ്ടുവന്ന്. ഈ ഒരു അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ നിങ്ങളെല്ലാവരും തന്നെ, നമ്മളെല്ലാവരും തന്നെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നമസ്കാരം. കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ.
ഫ്രണ്ടിനാണ് വീട്. അപ്പൊ മോൻ എവിടെ കിടക്കും? ഞാൻ കടാപ്പുറത്ത് കിടക്കും. കിട്ടുന്ന കായൊക്കെ എന്താ ചെയ്യാ? തിന്നു തീർക്കും. അത് പോരാ മോനെ. ഒരു വീടും കൂടിയൊക്കെ ആയി, ഒരു പെണ്ണിനെയൊക്കെ കെട്ടി കഴിയേണ്ട കാലൊക്കെ ആയില്ല. മോന് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ മകളെ കണ്ട അതിനെ മതിയാ. മതി. പക്ഷേ മലയാളികൾക്കൊരു ഭാഗ്യമുണ്ട്. സമ്പന്നമാകാതെ പോയ, സമ്പൂർണമാകാതെ പോയ ഒരു പ്രണയകഥയിലെ കഥാനായകനും നായികയും നമ്മോടൊപ്പം ഈ ഭൂമിയിൽ ഇന്നും വസിക്കുന്നു, അവർ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ സൗഭാഗ്യം നമ്മൾ പങ്കിടുന്നു. ലോകത്തൊരു ഒരു ചലച്ചിത്രവും 50 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ കഥാനായകനോ നായികയോ ജീവിച്ചിരുന്നതായി ചരിത്രമില്ല. അത് നൽകുവാൻ കാരണം കടലമ്മയുടെ അനുഗ്രഹമാണ്, അമ്മയുടെ അനുഗ്രഹമാണ്, മലയാളിയുടെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദ ലെജൻഡ്സ് എന്ന് പറയുന്ന മധുസാറിൻ്റെയും ഷീലയും വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇത്രയും ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, ഒരു ഏതാണ്ട് നാം ഇവിടെ മസ്കറ്റിലാണെന്നുള്ളത് മറന്നിട്ട് ഏതാണ്ട് നാട്ടിലാണെന്ന് തോന്നിപ്പിക്കാൻ സാധിച്ചു. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, എന്നെയും കൂടി അത്ഭുതപ്പെടുത്തിയത് മാനസമേനയെ വരൂ എന്ന പാട്ടാണ്. അത് ഭാഷ അല്ല, അതിലും ഉപരിയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാരം, ഫീലിംഗ് എന്ന് പറയുന്നത്. ഫീലിംഗ് ഭാഷയെക്കാളും വളരെ വലുതാണെന്ന് സ്ഥാപിച്ച ഒരു പാട്ടാണ് മാനസമേനി. മാനസമേനെ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പോവാടിയല്ലി തേടുവ താരെ ആരെ മാനസമേനെ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പോവാടിയല്ലി തേടുവ താരെ ആരെ മാനസമേനെ വരൂ. നിലാവെൻ്റെ നാട്ടിലെ നിശാഗന്ധ പൂത്തല്ലോ, നിലാവെൻ്റെ നാട്ടിലെ നിശാഗന്ധ പൂത്തല്ലോ, കാലിക്കൊട്ടുകാരാനി മറന്നു പോയോ മാനസമേനെ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പോവാടിയല്ലി തേടുവ താരെ ആരെ മാനസമേനെ വരൂ. താങ്ക് യു വെരി മച്ച്. മുഹമ്മദ് റഫിയുടെ ഒരു ചരിത്രം പറഞ്ഞാൽ
എൻ്റെ 68 പ്ലീസ് ബി ഹിയർ. ഒരു 68-69 കാലയളവിൽ മുഹമ്മദ് റാഫി എന്ന നമ്മുടെ സാക്ഷാൽ ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പാട്ടുകാരൻ മസ്കറ്റിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഗാനം കേട്ട കാസിം എന്നൊരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, റഫി സാബിനെ കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ മുഹമ്മദ് റാഫി എന്ന് പേരിടുമെന്ന് പറഞ്ഞു. അങ്ങനൊരു ചരിത്ര നിയോഗത്തിൻ്റെ മനുഷ്യനാണ് ഇദ്ദേഹം. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഞങ്ങൾ കേരളത്തിലുള്ളവരാണ്, അവിടെ നിന്ന് വന്നിരിക്കുകയാണ് ഞങ്ങൾ. ചെമ്മീൻ 50ാമത് വർഷം ഇതുവരയ്ക്കും അവിടെ നടത്തിയിട്ടില്ല, ആരും നടത്തിയിട്ടില്ല. വാസ്തവത്തിൽ ഇത്രയും നല്ല മനുഷ്യരായ നിങ്ങളാണ് ആദ്യമായിട്ട് ചെമ്മീൻ 50ാമത് വർഷം ഞങ്ങൾ 2 പേരും കൂടി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിർത്തി ഇത് നടത്തിയത്. ഇത് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു ഓർമ്മയാണ്. വാസ്തവത്തിൽ ഈ കർത്തമ്യായിട്ട് അഭിനയിച്ച് ഈ കൊച്ചുണ്ടല്ലോ, വളരെ വളരെ നന്നായി, എന്തൊരു ഭാവമാണ് മുഖത്ത്. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ക്ലോസപ്പ് വയ്ക്കും, ഇത്രയും ദൂരത്തിലിരുന്നിട്ട് പോലും ഭയങ്കര സങ്കടമായിട്ട് വളരെ നല്ല മുഖഭാവമായിട്ട് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു കേട്ടോ. അവളുടെ പേരെന്താ? ജലജാറാണി അല്ലേ? ലത എന്ന ശാന്താപ്പൈ നായരുടെ അനുഗ്രഹീതയായിട്ടുള്ള ഈ ഗായിക പക്ഷേ പാട്ടുകാരിയാകുന്നതിന് മുമ്പ് തന്നെ ചെമ്മീൻ എന്ന സിനിമയിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് രംഗങ്ങളെ ഉള്ളൂ എങ്കിൽ തന്നെയും പഞ്ചമിയുടെ വേഷം കിട്ടി വളരെ പ്രശസ്തിയായി തീർന്നിട്ടുള്ള കലാകാരിയാണ്. മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാവ്, ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട്, നടക്കാൻ മിതിയടി പൊന്ന് കൊണ്ട്. മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്ത് പതിച്ചൊരു മീനാവ്, ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട്, നടക്കാൻ മിതിയടി പൊന്ന് കൊണ്ട്. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ, പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ, കന്നിത്താമര പൂവോളെ കന്നിത്താമര പൂവോളെ, വാ പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. മാന്യ സുഹൃത്തുക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഈ ഒരു അവസരത്തിൽ ഈ നിൽക്കുന്ന 6 പേർക്ക് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഒരു ഉപഹാരം നൽകുന്നത് എന്നുള്ള ചടങ്ങാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ഉപഹാരം നൽകുന്നതിനും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരെ ആദരിക്കുന്നതിനും ഞാൻ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷിഫൽ ജസീറയുടെ ചെയർമാനും ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ KT റബീബുള്ള സാഹിബിനെയാണ്. പ്ലീസ് വെൽക്കം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ഡോക്ടർ KT റബീബുള്ള സാഹിബ്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കൈയടി കൊടുക്കാം. കാരണം ഇന്നത്തെ ഒരു ചെമ്മീൻ എന്നുള്ളൊരു സിനിമയുടെ 50ാം വാർഷിക ആഘോഷവേളയിൽ നമ്മളോടൊപ്പം നമുക്ക് ഇവിടെ ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാകാൻ എത്തിയിട്ടുള്ള മധുസാറിനുള്ള ഉപഹാരമാണ് ഡോക്ടർ KT റബീബുള്ള ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഉപഹാരം കൊടുക്കാൻ, ഈ ഒരു വേദിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് തന്നെ, ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതെന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമായി തന്നെ വിലയിരുത്താം.
for these 3 gems of the show today. Actually, it was 50 വർഷത്തെ ഒരു ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ ഈ 3 വ്യക്തിത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളിവിടെ നടത്തിയത്. അടുത്തതായി ഈ ഒരു പരിപാടിയുടെ ആശയം അതുപോലെ തന്നെ ഒരു സാക്ഷാത്കാരത്തിനും ഏറ്റവും വലിയ പങ്ക് വഹിച്ച OK മുഹമ്മദ് അലിക്കാണ് ഡോക്ടർ KT റബീഉള്ള സമ്മാനം നൽകുന്നത്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. കാരണം ഇന്നത്തെ ഈ ഒരു 50ാം വാർഷിക ആഘോഷം എന്നുള്ളൊരു ചിന്ത ഉത്ഭവിക്കുന്നത് മുഹമ്മദ് അലി എന്നുള്ളൊരു മാധ്യമ പ്രവർത്തകനിൽ നിന്നാണ്. കടലല പാടി കരളും പാടി കഥനം നിറയും ഗാനങ്ങൾ കടലല പാടി കരളും പാടി കഥനം നിറയും ഗാനങ്ങൾ ആകാശമകലെ ആശയുമകലെ ആരോമലാളെ നീയെവിടെ ആകാശമകലെ ആശയുമകലെ ആരോമലാളെ നീയെവിടെ ആരോമലാളെ നീയെവിടെ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ നീറുന്ന ചിന്തകളുണ്ടോ കറുത്തമ്മ വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ? മിണ്ടൂല്ലേ? ഞാൻ പോട്ടെ, വല്ലവരും കാണും. കറുത്തമ്മ എന്നോട് ഇഷ്ടമാണ്. അതെ, എന്നോട് മാത്രം. അതെ. ഞാൻ പോട്ടെ. കറുത്തമ്മ ഇല്ല, ഞാൻ പോട്ടെ. മാനസമയനേ വരൂ മധുരം നുല്ലി തരൂ നിന്നരുമ പൂവാടിയല്ലി തേടുവ താരേ ആരേ മാനസമയനേ വരൂ മധുരം നുല്ലി തരൂ നിന്നരുമ പൂവാടിയല്ലി തേടുവ താരേ ആരേ മാനസമയനേ വരൂ.
നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധ പൂത്തല്ലോ നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധ പൂത്തല്ലോ കാലിക്കൊട്ടുകാരാനെ മറന്നു പോയോ മാനസമേ നീ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പൂ